ട്രേഡിംഗ് മീഡിയയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 238 പോയിൻറ്റും S&P 34 പോയിൻറ്റും നസ്ഡാക്ക് 133 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ് നിഫ്റ്റി 161 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് വീക്ക്ലി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഹയർ ടൈം ഫ്രെയിമിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കടുത്ത് ലോവർ ഹൈ ആണ് വന്നിരുന്നത്. അതായത് ഇവിടുന്ന് താഴോട്ട് വന്നു. അപ്പോൾ അടുത്ത് ഈ ഒരു ഹൈക്ക് മുകളിൽ അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ മാർക്കറ്റ് വെള്ളിയാഴ്ച ഒരു റിജക്ഷൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹൈക്ക് മുകളിൽ വീക്ക്ലി ക്യാൻഡിലിൽ ക്ലോസിങ് വന്നിട്ടില്ല. ഈ ഒരു ഈക്വൽ ഹൈയിലാണ് മാർക്കറ്റ് ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഈക്വൽ ഹൈ എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, ഇവിടെ നിന്ന് ഡൗൺ വന്നു, ഇവിടെ നിന്ന് ഡൗൺ വന്നു. അപ്പം ഇവിടെ നിന്ന് ഇത്രയും നാളിപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു അപ് ട്രെൻഡ് അവസാനിച്ചു എന്ന് വേണം കരുതാൻ. എവിടെയാണ് ഇതിന് മുകളിൽ വരും ദിവസങ്ങളിൽ ക്ലോസിങ് വരാണ്ടാണ് മാർക്കറ്റ് താഴോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും ചെറിയൊരു ബെയറിഷ്നെസ്സിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ആഴ്ച നമുക്ക് ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് നല്ലൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. സ്റ്റോക്കിലൊക്കെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് മുകളിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ലോവർ ഹൈയും പ്രതീക്ഷിക്കാം. ഹയർ ലോയും പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡേ ക്യാൻഡിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലെ അനാലിസിസിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ഒരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഈ ഒരു റെസിസ്റ്റൻസ്, നേരത്തെ നമുക്കിവിടെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു സ്ട്രോങ് 2 ദിവസവും നല്ല സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. പക്ഷേ മുകളിലോട്ട് കയറിയപ്പോൾ വെള്ളിയാഴ്ച ഡേ ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ റിജക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് പക്ഷേ ഇതിന് മുകളിലൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത് നാളെ തിങ്കളാഴ്ച ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉണ്ട്. 25,800 മുകളിലോട്ട് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടും. പക്ഷേ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് കൂടെ നോക്കണം. ഈ ട്രെൻഡ് ലൈനിന് താഴോട്ട് വന്നൊരു റെഡ് ക്യാൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ശക്തമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. കാരണം നമുക്കിപ്പം 2 ദിവസവും, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മാർക്കറ്റ് ഇത് ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലോട്ട് പോയെങ്കിലും ഡേ ക്യാൻഡിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് താഴെയാണ്. വീണ്ടും തിങ്കളാഴ്ച ഇതിന് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് വീണ്ടും അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു. പക്ഷേ എന്നിട്ടും മാർക്കറ്റ് ഇതിൻ്റെ താഴെ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലാണ് ട്രെൻഡ് ലൈനിന് മുകളിൽ. പക്ഷേ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ, അതായത് ഡേ ക്യാൻഡിലിൻ്റെ ടൈം ഫ്രെയിമിൽ നമുക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത് ഹയർ ഹൈ ആണ് ഇല്ലേ. ഇവിടെ നിന്നൊരു ഹയർ ഹൈ വന്നു, ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിലൊരു ഹയർ ലോ വന്നു, വീണ്ടും ഇവിടുത്തെ ഒരു ഹയർ ഹൈക്ക് ശേഷം വീണ്ടും ഹയർ ലോ വന്നു. വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിൽ മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് സപ്പോസ് താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു റീട്രേസ്മെൻറ്റിന് താഴോട്ട് വന്നേ പറ്റത്തുള്ളൂ. കാരണം മാർക്കറ്റ് ഒരിക്കലും കുത്തനെ കയറി പോകാൻ സാധ്യത ഇല്ല, സാധ്യത വളരെ വളരെ കുറവാണ്. സെയിം ഇതേ ഒരു പാറ്റേൺ ആണ് നമുക്ക് എവിടെ നടക്കുന്നതെന്ന് അറിയോ? നമുക്ക് ഗോൾഡിൽ നടക്കുന്നുണ്ട്. ഞാൻ ആ ഗോൾഡിൻ്റെ ഒരു ചാർട്ട് കൂടെ നിങ്ങളുടെ അറിവിലേക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ആദ്യം ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തിയിട്ട് തന്നെ പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളത്തെ ദിവസം തിങ്കളാഴ്ച വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫിബ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോയിൽ നിന്ന് ഈ ഹൈ കിട്ടണം. നിലവിലുള്ള ഹൈ വെച്ചാണ് നമ്മൾ ഫിബ് വരയ്ക്കുന്നതെങ്കിൽ 25,045 തൊട്ട് 25,187 വരയ്ക്കാണ് റീട്രേസ്മെൻറ്റ്. പക്ഷേ ഇതായിരിക്കില്ല കറക്റ്റ്. നമുക്ക് ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടണം. മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് കിട്ടിയാൽ മാത്രമേ അടുത്ത റീട്രേസ്മെൻറ്റ് ഏരിയ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ മുകളിലൊരു ലോ ക്രിയേറ്റ് ചെയ്യാൻ മാർക്കറ്റ് ഇറങ്ങി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെയെങ്കിലും മാർക്കറ്റ് വന്നിട്ടേ തിരിച്ചു കയറി പോകത്തുള്ളൂ. ഇനി ഇങ്ങനെ കയറി പോകുന്ന മാർക്കറ്റ് എന്താണ്, എപ്പോഴും സ്ട്രെങ്തി മാർക്കറ്റ് ആയിരിക്കില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ദിവസത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ എന്തായാലും ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഗോൾഡിൻ്റെ ചാർട്ട് കൂടെ കാണിച്ചു തരാം. ഗോൾഡ് ഗോൾഡിൽ നമ്മൾ എപ്പോഴും മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റ് എപ്പോഴും സ്വിങ്ങായിട്ടേ മാർക്കറ്റ് കയറി പോകാവൂ. മാർക്കറ്റ് സ്വിങ്ങായി കയറി പോകാത്ത, അതായത് ഒറ്റയടിക്ക് കയറിപ്പോകുന്ന ഒരു മാർക്കറ്റും ഒരു സ്റ്റോക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ട് പാറ്റേണുകളിൽ നമ്മൾ ക്യാൻഡിൽ റീഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റ അടിക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വൺ വേ സൈഡിലോട്ട് ഡെയിലി സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലുകളാണ് വരുന്നതെങ്കിൽ ആ മാർക്കറ്റ് ഇൻട്രാഡേക്കോ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിനോ അത് സ്ട്രോങ് ആണ്. പക്ഷേ ലോങ് ടൈമിന് ഒരിക്കലും അത്തരം ചാർട്ട് പാറ്റേൺസ് സ്ട്രോങ് അല്ല. അതുപോലെ തന്നെ ഒറ്റ അടിക്ക് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ മാർക്കറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഇടിയുന്നതല്ല, അത് തിരിച്ച് കയറി എപ്പോഴായിരുന്നാലും വരും. അതുപോലെ തന്നെ ഒറ്റ അടിക്ക് കയറി പോകുന്ന ചാർട്ടുകൾ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. അത് എത്ര തന്നെ നമുക്ക് 100% 200% ഉറപ്പുള്ള ഒരു സാധനമാണെങ്കിൽ പോലും അത്തരം ഒരു പാറ്റേൺ ആണ് ഗോൾഡിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് ഗോൾഡ് ഇടിയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഈ പറയുന്നത് മിക്കവരും എന്ന് പറയുന്നത് മാർക്കറ്റിൽ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നവരാണ് പലരും പറയുന്നത്. പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ എന്താണെന്നൊന്നും പറയുന്നില്ല. ഗോൾഡ് ഇടിയാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നത്, ഇതൊരിക്കലും ഇരിക്കുന്ന സ്വർണം വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കുവാനോ ഉള്ളൊരു അഡ്വൈസായിട്ട് എടുക്കല്. ഞാൻ ചാർട്ട് റീഡ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായതാണ്. കാരണം ഗോൾഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാർട്ട് എടുത്തപ്പോഴാണ് അതിൻ്റെ ചാർട്ടിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായത്. ചാർട്ട് ഇത് US ഡോളറിലാണ് ചാർട്ടിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത്. ഏകദേശം ഇത് ഞാൻ മന്ത്ലി ക്യാൻഡിലാണ് ഇട്ടേക്കുന്നത്. ഏകദേശം 2005 തൊട്ടുള്ള പാറ്റേൺ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറുതായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറുതായിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്, മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്, തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഗോൾഡിൽ ഒരു കറക്ഷൻ നടന്നിട്ടില്ല ഇല്ലേ? നോർമലി ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ് ഗോൾഡിൻ്റെ പ്രൈസും പോയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ വരയ്ക്കും
ഈ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റ് സ്ട്രെങ്തി മാർക്കറ്റായിരുന്നു, ഹെൽത്തി മാർക്കറ്റായിരുന്നു. ഇവിടെ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റിലാണ്, ആ ഒരു സ്റ്റോക്കിലാണ് ഗോൾഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മാർക്കറ്റ് ഇവിടെ നിന്ന് ഒറ്റയടിക്ക് ദീപാവലിക്ക് റോക്കറ്റ് വിടുന്ന കണക്കെ മാർക്കറ്റ് പ്രത്യേകിച്ച് ഗോൾഡ് കയറിപ്പോയിരിക്കുന്നത്. ഇനി വീണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ, ഇത് മന്ത്ലി ചാർട്ടാണ്, കഴിഞ്ഞ 3 മാസത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് 3 മാസത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒറ്റയടിക്കാണ് കയറിപ്പോയിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് തുടങ്ങിയ ജൈത്രയാത്രയാണ് ഏകദേശം ഇത്രയിലും എത്തിയിരിക്കുന്നത്. ആ കയറുന്ന സമയത്ത് ഒരു ഔൺസ് ഗോൾഡിൻ്റെ വിലയെന്ന് പറയുന്നത് $2026 അതാണ്. ഇപ്പോൾ ഏകദേശം 4400 അടുപ്പിച്ച് ഒരു ഔൺസിൻ്റെ വില 4400 അടുപ്പിച്ച് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു ഔൺസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 36-37 ഗ്രാം വരുമെന്നാണ് തോന്നുന്നത്. അപ്പം അത്രയും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊരിക്കലും ഞാൻ ഗോൾഡിൻ്റെ മറ്റ് വാല്യുവേഷനോ മറ്റ് കാര്യങ്ങളോ അല്ല, ഇത് ടെക്നിക്കൽ അനാലിസിസ് ആണ്, കൃത്യമായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഷുവറായിട്ട് പറയാം, ഒരിക്കലും ഇങ്ങനെ കയറിപ്പോകുന്ന ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാറ്റേൺ ഒരിക്കലും അതിന് ഹെൽത്തി ആയിരിക്കില്ല. ഇത് എപ്പോഴായിരുന്നാലും സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഒരു സ്വിങ്ങിന് വന്നേ പറ്റത്തുള്ളൂ. ഗോൾഡ് ഒരു സ്വിങ്ങിന് ഇറങ്ങി താഴെ വന്നേ പറ്റത്തുള്ളൂ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പക്ഷേ ഇത് എവിടെ നിന്നാണ് തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ആരും ഈ ഒരു സമയത്ത് ഒരു 2 വർഷത്തിന് മുന്നേ ആരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലോ ഒരിടത്ത് വലുതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാനലുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 മാസമായിട്ട് സിൽവറിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. കാരണം എന്താണ്? ഗോൾഡ് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് ഇത്ര 92,000 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഒരു പവന് 8 ഗ്രാമിന് വന്നിരിക്കുന്ന പ്രൈസ്. അപ്പോൾ വീണ്ടും ആൾക്കാർ പറയാണ് മാർക്കറ്റ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഒരു കറക്ഷൻ വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് മാർക്കറ്റിൻ്റെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ളത് അല്ല. ഇതൊക്കെ കൊണ്ടാകണം മിക്കവാറും അനലിസ്റ്റുകളൊക്കെ പറയുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് ഇടിയുവാൻ സാധ്യത ഉണ്ട് എന്ന്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് അറിയാമെന്നുള്ളവർ ദയവായിട്ട് ഗോൾഡിൻ്റെ ചാർട്ടുകൾ ലോവർ ടൈം ഫ്രെയിമിലൊക്കെ പോയിട്ട്, എനിക്ക് തോന്നുന്നു ലോവർ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ നിന്ന് ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഗോൾഡിൽ. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റോക്കിൽ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ദയവായിട്ട് ചാർട്ട് കൂടെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. നമ്മളപ്പോൾ പറഞ്ഞു നിർത്തിയത് നിഫ്റ്റിയിൽ എവിടെയായിരുന്നു? നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലിൽ താഴോട്ടൊരു റീട്രേസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് നിഫ്റ്റിയിൽ റിജക്ഷൻ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഡേ ക്യാൻഡിലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് സപ്ലൈ സോണുണ്ട്, ഡേ ക്യാൻഡിലിൻ്റെ സപ്ലൈ സോണുണ്ട്. ഏകദേശം വരുന്നതെന്ന് പറയുന്നത് 25,741 തൊട്ട് 25,911 വരെ വരുന്ന ഒരു ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു സപ്ലൈ സോണാണ്. മാർക്കറ്റ് വെള്ളിയാഴ്ച റിജക്ഷൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ വീണ്ടും ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴത്തേക്കും ഡേ ക്യാൻഡിൽ നമുക്ക് പ്രീവിയസ് ഹൈ വരുന്ന ഇവിടെ ഒരു സപ്ലൈ സോണുണ്ട്. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു മെയിൻ 2 ഏരിയകളെന്ന് പറയുന്നത് ഇതാണ്. ഇത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. ഇത് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26 ലോവർ ടൈം ഫ്രെയിമിൽ ഇപ്പം ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് അപ് ട്രെൻഡ് കാണാൻ പറ്റും മാർക്കറ്റിൽ. അപ്പോൾ എന്തായാലും
ഈ ആഴ്ചയിലെങ്കിൽ അടുത്ത ആഴ്ചയിലൊക്കെ നമുക്ക് ചിലപ്പം 26,500 പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മാർക്കറ്റിൽ ഉള്ളത്. നമുക്ക് ഇതിൽ 1-2 പേര് ഇതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ 5 ഇയേഴ്സിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് എവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് 5 ഇയേഴ്സ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 ഇയേഴ്സിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ കിട്ടും. ഓപ്ഷൻ ഡേറ്റ ഉണ്ട്. ഇവിടെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻ ഡേറ്റ ഉണ്ട്. ഓപ്ഷൻ ഡേറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എല്ലാം കിട്ടും. നമുക്ക് നിഫ്റ്റി ആവശ്യമുണ്ടെങ്കിൽ നിഫ്റ്റി ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ ചെയിൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് മൂന്നാമത് വരുന്ന ട്രെൻഡിങ് OA എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ട്രെൻഡിങ് OAയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൈസുകൾ, ഇതിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള 2 പ്രൈസുകളുടെ ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഏത് വേണമെങ്കിലും റേഞ്ച് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് ഏറ്റവും കൂടുതൽ വരുന്ന കോളിൻ്റെയും പുട്ടിൻ്റെയും ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എവരി 3 മിനിറ്റ് 3 മിനിറ്റിന് ഇടയ്ക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ഇവിടെ കിട്ടും. നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റിന് ഒരു എക്സൽ ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിലുള്ളത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. പക്ഷേ ആ 3 മിനിറ്റിലുള്ള ഇത് മാത്രമേ കിട്ടത്തുള്ളൂ. പ്രീവിയസ് ഡിഫറൻറ്റ് അറിയാൻ പറ്റത്തില്ല. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം LTP ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ് ഇവിടെ ഉണ്ടാവും. രണ്ടാമത്തേൽ പുട്ടിൻ്റെ ചേഞ്ചസ് ഉണ്ടാവും. മൂന്നാമത് വരുന്ന ഈ ഗ്രീൻ കളർ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെയും പുട്ടിൻ്റെയും കോളം തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. ഈ ഗ്രീൻ ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഓഫ് ചേഞ്ചിങ് ഉണ്ടാവും, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും ഓപ്പൺ ഇൻട്രസ്റ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ അനാലിസിസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് 5 ഇയേഴ്സിൻ്റെ ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് 5 ഇയേഴ്സിൻ്റെ ഫ്രാഞ്ചൈസി ഉണ്ട്. 5 ഇയേഴ്സിൻ്റെ അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ 5 ഇയേഴ്സിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലയൻറ്റ് ID എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീഡിയോ നീണ്ടു പോകുന്നുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ടുകൂടെ പോവാം. ഇൻട്രാഡേ ചാർട്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ലൈവ് മാർക്കറ്റിൽ തരുന്ന കുറേ ലെവലുകളുണ്ട് ഇല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രീ മാർക്കറ്റിൽ ചെയ്യുന്ന ലെവലുകളല്ലാണ്ട് വേറെ ചില ലെവലുകളൂടെ തരാറുണ്ട്. അതിലും പുതിയതായിട്ട് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുള്ളവർക്കും ഈ ചാനൽ കാണുന്നവർക്കും, കാരണം നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് തരുന്ന ലെവലുകളല്ല അടുത്ത ദിവസം കാണുമ്പോഴത്തേക്കും കാണുന്നത്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച തന്നിട്ടുണ്ടായിരുന്ന പ്രീ മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്ന ലെവൽസുകളല്ലാണ്ട് ഈ ഒരു 3-4 ബ്ലാക്ക് ലൈനുകൾ കാണാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ലൈന് ഏറ്റവും താഴെ വന്നിരിക്കുന്ന 25,523 25,523 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയത്. ഒരിക്കലും മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വരച്ചിട്ടുള്ള വരകളല്ല ഇത്. ഏറ്റവും ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ 25,773 വരച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു ലൈനൂടെ ഉണ്ടായിരുന്നു 25,669. ഇത് ലൈവ് മാർക്കറ്റിൽ തന്നിട്ടുള്ള ലെവലുകളാണ്. ഞാൻ മുകളിലോട്ടോ താഴോട്ടോ ആരോയിട്ട് കാണിക്കാറുണ്ട് ലൈവ് മാർക്കറ്റിൽ. അതായത് ഈ ലെവൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് വരെ പോകാനുണ്ട്. ഇവിടെ നിന്ന് റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ടാർഗറ്റിലോട്ട് വരാറുണ്ട്. ഒരു 70 to 80% എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, വാട്സപ്പിൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ തരുന്ന ലൈവ് മാർക്കറ്റിൽ തരുന്ന ലെവൽസ് വർക്ക് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലിടുക. ഇത്തരം ലൈനുകൾ വർക്കാകാറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിൽ ഇനി എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിലൊരിക്കലും ബ്രേക്കൗട്ട് സ്ട്രാറ്റജി ഇല്ല. ഇത്തരം ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കാം, ഡേറ്റ നോക്കാം, മാർക്കറ്റിൻ്റെ വ്യൂ നോക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. എൻട്രി എടുക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്. ഇപ്പോൾ ഞാൻ അന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ നിന്ന്
25,671 വെച്ചിട്ട് ഞാൻ PE കോൾ കൊടുത്തിരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 50 to 80 പോയിൻ്റ് ഇൻഡെക്സിൽ ടാർഗറ്റ് കിട്ടും. മുകളിലോട്ട് 5 മിനിറ്റിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 25,671 മുകളിൽ, ഇത് ഒരു ടെക്നിക്കൽ ഇതാണ്, ടെക്നിക്കൽ ലെവൽ റെസിസ്റ്റൻസ് ലെവലാണ് 25,671. ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന് മുകളിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുക. പിന്നെ അത് ഹോൾഡ് ചെയ്യരുത്. ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരും, അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കും ഹോൾഡ് ചെയ്യാം, പക്ഷേ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ വരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, ഒരു 5-8 പോയിൻ്റൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. പക്ഷേ ടാർഗറ്റ് വലിയ ടാർഗറ്റ് ആയിരിക്കും. അന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി അടുത്ത് തന്ന ലെവലിലോട്ട് മാർക്കറ്റ് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് മുകളിലോട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം, ഓപ്പോസിറ്റ് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് എൻട്രി എടുക്കാം. ഒരു 80% അത് മുകളിലോട്ട് വർക്ക് ആകാറുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്കവിടെ 2 ഡബിൾ കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് തന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു റെഡ് കളർ ലെവൽ വരുന്നുണ്ട്, റെസിസ്റ്റൻസ് ലെവൽ, അതിനകത്താണ് 25,671 വന്നത്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. പിന്നെ അടുത്ത് തന്ന ലെവലെന്ന് പറയുന്നത് 25,773 ആണ്. അവിടെ കൃത്യമായിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഞാൻ കോൾ കൊടുത്തിരുന്നു. തിരിച്ച് ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ നിന്ന് പുട്ട് കൊടുത്തിരുന്നു. കാരണം ഇത് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ഉണ്ട് 25,758 തൊട്ട് 25,778 വരേക്കും. മൂന്നാമത് ലൈവ് മാർക്കറ്റിൽ കൊടുത്തിട്ടുള്ള 25,773 എന്നുള്ള ലെവല്. ഇതിൻ്റെ മുകളിൽ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ എപ്പോഴും ഞാൻ കോൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാറുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇതുപോലെ ഫേക്ക് ബ്രേക്കൗട്ടുകൾ തന്നിട്ട് മാർക്കറ്റ് താഴോട്ട് വരും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് വെച്ച് ചെയ്യുന്നവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹൈയുടെ മുകളിൽ റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമുക്ക് എൻട്രി എടുക്കാം. എപ്പോഴും ഇത്തരം ലെവലുകൾ എത്തുന്ന സമയത്ത് നമുക്കൊരു പേടിയുണ്ടാവും, ഇവിടെ സപ്പോർട്ട് എടുക്കുമോ അല്ലെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമോ. ഇത് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഞാൻ തരുന്ന പ്രീ മാർക്കറ്റിൽ തരുന്ന ഒരു ലെവൽസ് നോക്കണ്ട. ലൈവ് മാർക്കറ്റിൽ തരുന്ന ഇത്തരം ലെവൽസ് വെച്ച് ട്രേഡ് എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വലിയ ടാർഗറ്റ് നോക്കാം. അത് കൃത്യമായിട്ട് നിങ്ങളൊരു 10 ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6-7 ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റാവും. അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് ഇത്തരം ലൈനുകൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് തിങ്കളാഴ്ചത്തെ ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിൽ ഓൾറെഡി ഡൗൺ ട്രെൻഡാണ് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നൊരു ബെൻഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈക്ക് താഴെയാണ് ലോവർ ഹൈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ അടുത്തൊരു ലോവർ ലോ വരേണ്ടതാണ്. പക്ഷേ തിങ്കളാഴ്ച മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 25,842, 25,860 താഴെ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുക. ചിലപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് മാർക്കറ്റ് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ല മാർക്കറ്റ് സ്റ്റിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹയർ ഹൈയിലോട്ട് മാർക്കറ്റ് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോയ്ക്ക് മുകളിൽ പുതിയ ലോയും ക്രിയേറ്റ് ചെയ്യും. മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് 25,748, 25,784, 25,759 ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോകും. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 25,560, 25,536 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോയി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുന്നു. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ തിങ്കളാഴ്ച വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.